കുട്ടികളെ നേരത്തെ ഉറക്കണം. ചെറിയ പ്രായത്തില് പല വീടുകളും 12:30, 11:30, 12 മണിയൊക്കെ ആയിട്ടും ലൈറ്റ് ഓഫ് ആവണില്ല, ഉറങ്ങണില്ല. കുട്ടികൾ ഇങ്ങനെ കളി തന്നെ. എന്നിട്ട് പിറ്റേന്ന് 8 മണി 9 മണി വരെ ഉറങ്ങുക. പേരിനൊരു വെക്കേഷൻ മദ്രസയും. ശനിയും ഞായറും മാത്രം കുട്ടികൾ മദ്രസയിൽ പോവുക. ബാക്കിയുള്ള ദിവസമൊക്കെ ഓന് ഉറങ്ങൽ തന്നെ. സത്യത്തിൽ ഈ രാവിലെ മദ്രസയിൽ പോവുക എന്ന് പറയുന്നത് മദ്രസന്റെ പ്രാധാന്യം മാത്രമല്ല, രാവിലെ എണീക്കുക എന്ന് പറയുന്ന ഒരു ബർക്കത്തും കൂടി കുട്ടികൾക്ക് കിട്ടണം. വെള്ളിയാഴ്ച ഓഫാണെങ്കിൽ തന്നെയും ആ സമയത്ത് കുട്ടികളെ ഉണർത്തണം. കും ബാക്കിറൻ നിം ബാക്കിറൻ, നേരത്തെ ഉറങ്ങുക, നേരത്തെ എഴുന്നേൽക്കുക. ഏർലി വൈക്കപ്പ് ഏർലി സ്ലീപ്പ്. നമ്മുടെ ഒക്കെ വീടുകളിൽ ഇപ്പൊ ദുരന്തമായിട്ടുള്ള ഒരു പ്രശ്നം, നേരത്തെ ഉറങ്ങൂല, വളരെ വൈകും. സുബീന് ശേഷം ഉറങ്ങുകയും ചെയ്യും. അതോടുകൂടി ബർക്കത്ത് നഷ്ടപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബർക്കത്ത് കുറയും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ ഉണ്ടല്ലോ, എന്റെ ഉമ്മത്തിന് നീ പ്രഭാതത്തിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. പ്രഭാതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ വലിയ ബർക്കത്തായിരിക്കും. സുബീന് ശേഷം ഉറങ്ങരുത്. നിങ്ങൾ ഉമ്മമാരോട് ചോദിച്ചാൽ മനസ്സിലാവും. ഔറാദുകളൊക്കെ ചൊല്ലി തീർത്ത്, ഖുർആനൊക്കെ ഓതി തീർന്ന്, വിർദുൽ ലത്തീഫും ദലായിൽ ഖൈറാത്തൊക്കെ ചൊല്ലി തീർത്ത് മൂപ്പര് അല്ലെങ്കിൽ ആ പെണ്ണുങ്ങള് അടുക്കളപ്പണിയും മുറ്റടിച്ചു വാരുന്നതൊക്കെ രാവിലെ തന്നെ തീർന്നാലുണ്ടല്ലോ, ഒരു 10 മണി 9:30 ആകുമ്പോഴേക്ക് ആ വീട്ടിലെ എല്ലാ പണിയും തീർന്നിട്ടുണ്ടാവും. നാസ്ത ആയിട്ടുണ്ടാവും മാത്രമല്ല, ഉച്ചക്കത്തെ ചോറും കറിയും വരെ ആയിക്കഴിഞ്ഞിട്ടുണ്ടാവും 9:30 10 മണി ആകുമ്പോഴേക്ക്. ഈ രാവിലെ ചെയ്യുന്ന കാര്യത്തിന് ഭയങ്കര ബർക്കത്തായിരിക്കും. ഇനി രാവിലെ തന്നെ ഉറങ്ങിക്കൂടി ഗൾഫിന്റെ കൾച്ചറൊക്കെ നാട്ടിലേക്ക് കൊണ്ടുവന്ന ആളാണെങ്കിൽ, ഗൾഫിൽ നിന്ന് വന്ന കുറേ സാധനങ്ങളാണ് കസേര നിസ്കാരം, രാവിലത്തെ ഉറക്ക്,